ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, നമ്മൾ ഇന്ന് ദൈവസത്തിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ഫുൾ PYQs നോക്കാൻ പോവാണ്. കഴിഞ്ഞ തവണ നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്തു. അന്ന് കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, മിസ്സേ ഗ്രാമർ ചെയ്യാമോ? അതെ, നമ്മൾ ഇന്ന് ഗ്രാമർ ഫുൾ PYQ ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ വൊക്കാബുലറി ബേസ് ഇഡിയംസും ഫ്രേസൽ വെർബും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. പക്ഷെ ഗ്രാമറിലോട്ട് വരുമ്പോൾ എക്സാം പാറ്റേൺ നോക്കി വെക്കുക. ഏത് സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നോക്കി വെക്കുക. അങ്ങനെ വേണം ഗ്രാമർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നോക്കിക്കോ. വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസസ് ഹൗ ബ്യൂട്ടിഫുൾ ദ പിക്ചർ ഇസ്? ഹൗ ബ്യൂട്ടിഫുൾ ദ പിക്ചർ ഇസ് കഴിഞ്ഞിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്ക് കാണാം അല്ലെ? അപ്പൊ നമുക്ക് ഏകദേശം ഉത്തരം പിടികിട്ടി. ഇവിടെ 4 ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇന്ററോഗേറ്റീവ്. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് അത്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ ഈ ടൈപ്സ് ഓഫ് സെന്റൻസ് അറിഞ്ഞുകൂടാത്തവർക്ക് ഈ 4 ടൈപ്സ് ഓഫ് സെന്റൻസ് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് നമ്മുടെ മോഹൻലാല് പോർട്രേ ചെയ്ത സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ച് നമ്മൾ ഈ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ഇപ്പോ പഠിക്കും. നോക്കിക്കോടാ, ഇവിടെ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, അങ്ങനെ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് ഉള്ളത്. ഇവിടെ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് എന്ന് പറയുന്നത്, യെസ്, അത് ഇവിടെ ഈ ഒരു സീന് നമുക്കറിയാം. സണ്ണി എന്ന് പറയുമ്പോ അതെ എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്കറിയാലോ. അപ്പം എന്താണ്, ആ ഒരു അസേർട്ട് ചെയ്യാണ്, അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു തരുന്ന സെന്റൻസ് ആണ് എന്ത്, അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. ഇത് നമ്മൾ ഡെയിലി റൂട്ടീൻ പറയാനായിട്ട്, അതായത് ഹി വേക്സ് അപ്പ് 7 AM ഡെയിലി, ആ ഒരു ഡെയിലി റൂട്ടീൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, അസേർട്ടീവ് സെന്റൻസസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്, അസേർട്ടീവ് സെന്റൻസ് ആണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അതാണ് ഇവിടെ, അതാണ് ആ സണ്ണി എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ററോഗേറ്റീവ്, ഇതാരാ ചോദ്യം ചെയ്യലാണ്. എന്താണ്, ഒരു വാക്ക്, അതായത് ഒരു സെന്റൻസ് തുടങ്ങുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുകയാണെങ്കിൽ അത് എന്താണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ആണ്. അത് WH വേർഡ് കൊണ്ട് തുടങ്ങാം, ഹൗ, ഇസ്, ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങാം. അങ്ങനെയൊക്കെ തുടങ്ങി എന്താ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസ് ആണ് എന്ത്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്ത് സ്ട്രക്ചർ എൻ്റെ അമ്മച്ചി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, എന്താണ് ആ ഒരു സഡൻ ഇമോഷൻ, അത് സങ്കടമാകാം, സന്തോഷമാകാം, സർപ്രൈസ് ആകാം, അങ്ങനെയുള്ള സഡൻ ഇമോഷൻസിനെ കാണിക്കുന്നവയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അത് അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലൂടെ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഇംപറേറ്റീവ് സെന്റൻസ്. ശ്രീദേവിയെ പൂട്ടിയിടണം, അത് കമാൻഡ് ആണ്. എന്താണ്, കമാൻഡ്, പ്രയർ, വിഷ്, അങ്ങനെയുള്ള സെന്റൻസുകളാണ് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ക്യാരക്ടറിനെ വെച്ച് നമ്മൾ 4 ടൈപ്പ് സെന്റൻസസ് കണ്ടു. ഓക്കെ അല്ലേ? ഇനി ഇത് മറക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഞാൻ പറഞ്ഞു എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. അപ്പൊ ഒന്നും നോക്കണ്ട, സി ആണ്. വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇംപറേറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇംപറേറ്റീവ് സെന്റൻസ് ഞാൻ പറഞ്ഞു എന്താണ്, കമാൻഡ് ഉണ്ട്, വിഷ് ഉണ്ട്, പ്രെയർ ഉണ്ട്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, ഇംപറേറ്റീവ് സെന്റൻസിനകത്ത് വരുന്നത്. ഗുഡ് മോർണിംഗ്, ഓൾ ദി ബെസ്റ്റ്, അതൊക്കെ ഇംപറേറ്റീവ് സെന്റൻസിനകത്ത് വരും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ, അതെന്ന് പറയുന്നത് എന്താണ്, ഒരു അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഇസ് ദ ട്രെയിൻ ഓൺ ടൈം, അതെന്താണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. ഗോൺ ആർ ദോസ് ഗോൾഡൻ ഡേയ്സ്, അതും എന്താണ്, ഒരു ട്രൂത്ത് ആണ്, അതും അസേർട്ടീവ് സെന്റൻസസിനകത്ത് വരുന്നു. മറിച്ച് എന്താണ്, ഹാവ് മേഴ്സി ഓൺ മീ, അതൊരു പ്രെയർ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ബി, ഹാവ് മേഴ്സി ഓൺ മീ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോടാ, കൺവേർട്ട് ടു അസേർട്ടീവ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ ദിസ് ഈസ്, ആ ഒരു സർപ്രൈസ് ആണ്, ആ ഒരു സന്തോഷം, ആ ഒരു സർപ്രൈസ് ആണ് ഇവിടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിനകത്ത് വരുന്നത്. അത് എന്തോന്നിലോട്ടാക്കണം, അസേർട്ടീവിലോട്ടാക്കണം. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഈ വാട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, വെരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെന്താണ്, ഇവിടെ ദിസ് ഇസ് ഒക്കെ ഒന്ന് മാറ്റി ഫ്രണ്ടിലോട്ടൊക്കെ ഇടുമ്പോഴത്തേനും അതെന്താവും, അസേർട്ടീവ് സെന്റൻസ് ആവും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ദിസിൽ അങ്ങ് തുടങ്ങുകയാണ്. ദിസ് ഇസ് ഉണ്ടല്ലേ, അപ്പൊ ഇസ് വരുന്നതാ 2 പേരാണുള്ളത്.
അപ്പൊ ഞാൻ പറഞ്ഞു വാട്ട് എ വരുമ്പോ എന്താക്കണം, വെരി ആക്കണം. അപ്പൊ ദാ ഇവിടെ എന്താണ്, ദാ ബി എന്ന് പറയുന്നതിനകത്ത് ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദാ നോക്കിക്കോടാ, വിച്ച് ഇസ് ദ കറക്റ്റ് എക്സ്ക്ലമേറ്ററി ഫോം. ഇറ്റ് ഇസ് എ വെരി ട്രാജിക് ഇൻസിഡന്റ്. നേരെ തിരിച്ച് വെരി എന്ന് പറയുമ്പോൾ എന്ത് വരണം, വാട്ട് എ എന്ന് പറയുന്ന സാധനം വരണം. ഈ ഇറ്റ് ഇസ് എന്താണ്, ലാസ്റ്റ് വരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ്, വാട്ട് എ ദാ ഇവിടെ രണ്ടെണ്ണത്തിൽ തുടങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ വാട്ട് എ ട്രാജിക് ഇൻസിഡന്റ് ഇറ്റ് ഇസ്. ബി ആണ് നമ്മുടെ കറക്റ്റ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് ദ ബി. നെക്സ്റ്റ് വന്ന് നോക്കിയോടാ, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഷീ വോൺ ദ മാച്ച്. ഷീ വോൺ ദ മാച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗിനകത്ത് നമുക്ക് ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കണം. ഓക്സിലറി ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്തെന്ന് തീരുമാനിക്കണം. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷീ എന്ന് പറയുന്ന പ്രോനൗൺ ഉണ്ട്, വോൺ എന്ന് പറയുന്ന വേർബ് ഉണ്ട്, ആൻഡ് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് ദ മാച്ച് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്സിലറി വേർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡു ഫോം നമ്മൾ യൂസ് ചെയ്യും. വോൺ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഡിഡ് എന്ന് പറയുന്നതായിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്റെ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു, ഡിഡന്റ് ഷീ എന്ന് പറയുന്ന ടാഗ് ആണ് ഞാൻ യൂസ് ചെയ്യുക. ആൻഡ് ദി ആൻസർ ഇസ് ബി. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നോക്കിക്കോടാ, ഇത്രയും റൂൾസ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണ് എന്താ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ സെന്റൻസ് ആദ്യം നോക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ നോക്കണം, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ തന്നെ കണ്ടു എന്താണ്, ഓക്സിലറി ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, ഡു ഫോംസ്, ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഡു ഫോംസ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യും, സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും പ്രസന്റിൽ. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡിഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് നമ്മുടെ ടാഗിൽ എന്തോന്നായിരിക്കണം വരേണ്ടത്, ഇപ്പൊ ഒരു പേര് റാം എന്ന് പറയുന്ന പേര് വരെയാണെങ്കിൽ നമ്മൾ ഹി എന്ന് പറയുന്ന പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്, റാം എന്ന് തന്നെ യൂസ് ചെയ്യരുത്. ഷീ എന്ന് പറയുന്ന പ്രോനൗൺ വന്നാൽ ലാസ്റ്റ് നമ്മൾ ഷീ തന്നെ യൂസ് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ പ്രോനൗൺസ് തന്നെ യൂസ് ചെയ്യണം. ഇനി ഇമ്പോർട്ടന്റ് വൺ, ലെറ്റ് എന്ന് പറയുന്ന ടാഗിലാണ് അല്ലെങ്കിൽ ലെറ്റ് എന്ന് പറയുന്നതിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താണ്, കണ്ണും പൂട്ടി ഉത്തരം എഴുതുക. എന്ത്, ഷാൽ വി. എന്താണ്, ഷാൽ വി എന്നുള്ള ഉത്തരം എഴുതുക. ഇനി അടുത്തത് കമാൻഡ്, അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ്. ഞാൻ നേരത്തെയും പറഞ്ഞു ഇമ്പറേറ്റീവ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങോട്ട് വരുമ്പോൾ ഇപ്പോ ആക്റ്റീവ് പാസീവിലാവട്ടെ, ക്വസ്റ്റ്യൻ ടാഗിലാവട്ടെ, അവിടെയൊക്കെ ഇമ്പറേറ്റീവ് സെന്റൻസിന് കുറച്ച് വാല്യൂ ഉണ്ട്, അവർക്ക് പ്രത്യേക സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് കമാൻഡ് അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ് ഒരു പോസിറ്റീവ് കമാൻഡ് ആണെങ്കിൽ നമ്മൾ എന്താണ്, വിൽ യു എന്ന് പറയുന്നത് യൂസ് ചെയ്യും. അതേസമയം നെഗറ്റീവ് കമാൻഡ് ആണെങ്കിൽ നമ്മൾ വോണ്ട് യു, കാൺട് യു നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വിൽ യുവും യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഐ ആം അല്ലെങ്കിൽ ആം വരുന്ന സെന്റൻസുകളിൽ ടാഗ് എപ്പോഴും ആമിന്റ് എന്ന് വരില്ല, മറിച്ച് ആറിന്റ് എന്നായിരിക്കും വരിക. ഐ ആം അല്ലെങ്കിൽ ഐ ആം എ ഗുഡ് സിംഗർ, ആറിന്റ് ഐ, അങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു സെന്റൻസ് വരിക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇവിടെ എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ദേ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് എവ്രി വൺ, എവ്രിബഡി അങ്ങനെയൊക്കെയാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എന്താണ് അവസാനം പ്രോനൗൺ ദേ എന്ന് പറയുന്ന പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരുമ്പോ ക്ലാരിറ്റി വരും. നോക്കിക്കോടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേ ആറിന്റ് കമ്മിങ്. നമുക്ക് കണ്ടാൽ അറിയാം എന്താണ്, നെഗറ്റീവ് ആണ്, ഓക്സിലറി ഉണ്ട്, ആർ എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്. അപ്പൊ ഞാനിവിടെ ആർ എഴുതാം. ആൻഡ് ഇവിടെ എന്താണ്, ദേ ഉണ്ട്. സോ ദി ആൻസർ ഇസ് ആർ ദേ. നെക്സ്റ്റ് വന്ന് നോക്കിയോ, ഹി ക്യാൻ സ്പീക്ക് സ്പാനിഷ്. ഹി ക്യാൻ സ്പീക്ക് സ്പാനിഷിൽ ഇതാ ക്യാൻ വരുന്നുണ്ട്, പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. ഹി വരുന്നുണ്ട് ആൻഡ് ഇവിടെ എന്താണ്, കാൺട് ഹി. എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് വരുമ്പോ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു എന്താണ്, ഷാൽ വി അങ്ങ് ടിക്കിടുക. ലെറ്റ്സ് ഗോ ഔട്ട് ഫോർ ഡിന്നർ, ഷാൽ വി എന്നാണ് നമ്മുടെ ആൻസർ വരിക. ആൻഡ് റീഡ് ഇറ്റ് ലൗഡ്. അപ്പോ ഇവിടെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, റീഡ് ഇറ്റ് ലൗഡ് എന്ന് പറയുന്നതാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും, എ എന്ന് പറയുന്ന
will you ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? ആൻഡ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐഡന്റിഫൈ ദി അബ്സ്ട്രാക്ട് നൗൺ. ഇവിടെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിരിക്കുകയാണ്. പാർട്സ് ഓഫ് സ്പീച്ചിന് നമുക്കറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ചുകളുണ്ട്. അത് നമുക്ക് നോക്കാം. അതിനകത്ത് വരുന്ന ഒന്നാണ് ഈ നൗൺ എന്ന് പറയുന്നത്. ഈ നൗണിനകത്തുള്ളതാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ നമുക്കറിയാം എന്താണ്? കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും കഴിയാത്ത നമ്മുടെ ഫീലിങ്സിനെ, ഐഡിയാസിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടേബിൾ, ഓണസ്റ്റി, ടീച്ചർ, ടൗൺ, ഇതൊക്കെ നൗണുകളാണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്നാണ് ചോദിക്കുന്നത്. കാണാനും ടച്ച് ചെയ്യാനും കഴിയാത്ത ഒന്നേ ഉള്ളൂ എന്ത്? ഓണസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി എന്തായാലും നടത്തണമല്ലോ. നോക്കിയോ, നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണ്? നമ്മുടെ നൗൺ ഉണ്ട്. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിമിംഗ് വേർഡ് ആണ് നൗൺ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നെയിം, പ്ലേസ്, ആനിമൽ, തിങ് ഒക്കെ കളിക്കുമായിരുന്നല്ലോ. അത് തന്നെയാണ് ഇവിടെയും. എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള പേരുകള്, സ്ഥലങ്ങള്, വസ്തുക്കളുടെ പേര് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഒരാളുടെ പേര് പറയുന്നു. ആ പേര് പറഞ്ഞ് വീണ്ടും അതിനെ തന്നെ ആ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കോ? ഇല്ല. ഹി, ഷീ, ദേ, ഇറ്റ് എന്ന് നമ്മൾ പറയും. അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുക. പിന്നെ നമുക്ക് വരുന്ന എന്താണ്? വേർബ് ആണ്. വേർബ് എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ വേർബ്സ് അല്ലെങ്കിൽ ഡൂയിങ് വേർഡ്സിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുക. സിംഗിങ്, ഡാൻസിങ്, സ്വിമ്മിങ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വേർബ് വരിക. അടുത്തത് ഈ ആഡ്വേർബ്. എന്താണ് ആഡ്വേർബ് എന്ന് പറയുന്നത്? ഈ വേർബിനെ മോഡിഫൈ ചെയ്യാണ്. അയാൾ എങ്ങനെ പാടുന്നു? ബ്യൂട്ടിഫുള്ളി അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ട് പാടുന്നു. ആ വേർബിന് കുറച്ചുകൂടി അർത്ഥം കൊടുക്കുന്ന, ആ വേർബിനെ മോഡിഫൈ ചെയ്യുന്നവരെയാണ് നമ്മൾ ആഡ്വേർബ്സ് എന്ന് പറയുക. ആൻഡ് അതേ സിമിലർ പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആഡ്വേർബ് വേർബിനെ മോഡിഫൈ ചെയ്തെങ്കിൽ നമ്മുടെ ആഡ്ജക്റ്റീവ് ആരെ മോഡിഫൈ ചെയ്യുന്നു? നൗണിനെ മോഡിഫൈ ചെയ്യുന്നു. ഹി ഈസ് എ സ്മാർട്ട് ബോയ്. ബോയ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. ഓക്കെ, ആ ബോയ് എങ്ങനത്തെ ഒരു ബോയ് ആണ്? സ്മാർട്ട് ആണ്. ഓക്കെ, അവിടെ എന്താണ്? ആ ബോയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബോയ്ക്ക് കുറച്ചുകൂടെ മീനിങ് കൊടുക്കുകയാണ് ആര്? ആഡ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വസ്തു, ഈ പെന്ന് എവിടെ ഇരിക്കുന്നു, അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്തിന്റെ, അങ്ങനെ പലതരത്തിലുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് എന്ത്? ആ ഒരു പ്രിപ്പോസിഷൻ നമുക്ക് കാണിച്ചു തരാം. കൺജങ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വേർഡുകളെ തമ്മിൽ അല്ലെങ്കിൽ ക്ലോസുകളെ തമ്മിൽ, സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന കുറച്ച് കണക്റ്റീവ്സുകൾ ഉണ്ട്. അതുവരെയാണ് കൺജങ്ഷൻ എന്ന് പറയുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഇമോഷണൽ, അതായത് കൂടുതലായിട്ടും എക്സ്ക്ലമേറ്ററി വേർഡ്സിൽ യൂസ് ചെയ്യുന്ന വൗ, ഔച്ച് എന്നൊക്കെ പറയുന്ന ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളെ നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ 8 പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നൗണിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് നൗൺസ് ഒന്ന് നോക്കണ്ടേ? ഇവിടെ നോക്കിക്കോ, പ്രോപ്പർ നൗൺ ഉണ്ട്. പ്രോപ്പർ നൗൺ ഞാൻ പറഞ്ഞു സ്പെസിഫിക് പേരുകളാണ്. ആളുകളുടെ പേര്, വസ്തുക്കളുടെ പേര്. പെൻ അല്ലെങ്കിൽ ഈ പെന്നിന് ഒരു പ്രത്യേകിച്ച് ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആ പേരോട് വിളിക്കുകയാണ്. അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുക. നെക്സ്റ്റ്, കോമൺ നൗൺ, ജനറൽ നെയിം ആണ്. അതായത് ഇത് ടോട്ടലി നമ്മൾ ഇതിനെ പെൻ എന്ന് പറയാറുണ്ട്. അതൊരു കോമൺ നൗൺ ആണ്. ബുക്ക്, കൺട്രി, മാൻ എന്നൊക്കെ പറയുന്നത് കോമൺ നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ ഞാൻ പറഞ്ഞു, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ കഴിയാത്ത ക്വാളിറ്റിയെ, ഇമോഷനെ, ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ലവ്, ഓണസ്റ്റി എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ട്. കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. അതാ ഇവിടെ ടേബിൾ ഉണ്ട്, ബുക്ക് ഉണ്ട്, ടാബ് ഉണ്ട്, പെൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് തൊടാൻ കഴിയുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുക. കളക്റ്റീവ് നൗൺ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എല്ലാവരും എക്സാമിന് പഠിക്കുന്ന, കുത്തിയിരുന്ന് പഠിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എന്താണ്? ഗ്രൂപ്പ് നെയിംസ് ആണ്. ടീം, ആർമി, ഫ്ലോക്ക്, ബഞ്ച് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അടുത്തത് കൗണ്ടബിൾ നൗൺ, നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്ന. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ, ചെയർ, ഫർണിച്ചർ, സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതെന്താ? കൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നു. അതേ സമയത്ത് കൗണ്ട് ചെയ്യാൻ കഴിയാത്ത ഇൻഡിവിജ്വൽ, അതിനെയാണ് നമ്മൾ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുക. മിൽക്ക്, എയർ, അതുപോലുള്ള വാക്കുകൾ. അടുത്തത് മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ, ഗോൾഡ്, അയൺ, സിൽവർ, കോട്ടൺ, അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലുകളെ നമ്മൾ എന്താണ് പറയുക? മെറ്റീരിയൽ നൗൺ എന്നാണ്
പറയുന്നത്. അപ്പോ പലതരത്തിലുള്ള നൗണും നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻ നോക്കിയാലോ, പിടിച്ചോ. വിച്ച് നൗൺ ഇസ് അൺകൗണ്ടബിൾ? ഇതില് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ഏതാണ്? ആപ്പിൾ, ഷുഗർ, കാറ്റ്, പെൻ. ഇവിടെ നമുക്ക് ആപ്പിൾ കൗണ്ട് ചെയ്ത് വെക്കാം, പെന്ന് കൗണ്ട് ചെയ്ത് വെക്കാം, കാറ്റ് കൗണ്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഷുഗർ ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് തീരുവോ? ഇല്ല. അത് ആ ഒരു ടോട്ടൽ എമൗണ്ട് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഷുഗർ ആണ്. നെക്സ്റ്റ് വന്ന് നോക്കിയോ, വിച്ച് ഇസ് എ റിഫ്ലക്റ്റീവ് പ്രോനൗൺ? നമുക്കറിയാം പ്രോനൗൺ ഞാൻ പറഞ്ഞു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്നതാണ്, ദെം എന്നൊക്കെ പറയാണ് എന്ത് പറയുന്നത്, പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിഫ്ലെക്സീവ് എന്ന് കാണുമ്പോൾ എപ്പോഴും ആലോചിക്കുക അതിന്റെ കൂടെ സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് കാണും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിംസെൽഫ് എന്ന് പറയുന്നതാണ് എന്ത്, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, which sentence uses a relative pronoun? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഹൂ, ഹൂം, ഹൂസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ മറ്റൊന്നുമായി റിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യും. അതാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഷീ വാഷ്ഡ് ഇറ്റ് ഹെർസെൽഫ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട എന്താണ് റിഫ്ലെക്സീവ് ആവുന്നത്. അടുത്തത് ഐ നോ ദ ബോയ് ഹൂ വൺ. എന്താണ് അവിടെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന, റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോനൗൺ കിടപ്പുണ്ട്. ആരാണ്? ഹൂ എന്ന് പറയുന്ന. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് നൗൺ ആണ് ചോദിക്കുന്നത്. അതാ നോക്കിയാൽ വാട്ട് ഇസ് ദ കളക്റ്റീവ് നൗൺ ഫോർ എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്? സെയിലേഴ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ക്രൂ എന്നാണ് പറയുക. ക്രൂ എന്നാണ് സെയിലേഴ്സിന്റെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, a group of sheep is called flock. എന്താണ്? ഫ്ലോക്ക് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഷീപ്പിനെ പറയുക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷീ ബോട്ട് എ ഡാഷ് ഓഫ് ബനാനാസ്. ബനാന കുലയാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്? ബഞ്ച് ഓഫ് ബനാനാസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ അല്ലടാ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ a group of lions is called pride. നമുക്കറിയാം ആ ഒരു ജംഗിളിലെ കിങ് ആണ് ലയൺ എന്ന് പറയുന്നത്. അത്രയും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ആനിമൽ ആണ് കിങ് ലയൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? പ്രൈഡ് ആണ് ആ ഒരു ഗ്രൂപ്പിനെ പറയുക. ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് എത്തിയിരിക്കുന്നു. എന്താണ്? ആർട്ടിക്കിൾ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയോ, വിച്ച് സെന്റൻസ് യൂസസ് എ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തരുന്ന സെന്റൻസ് ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാന്ന് പഠിച്ചാലേ ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. നമുക്കറിയാം ആർട്ടിക്കിൾസ് എ ആൻഡ് ദ ആണ് നമ്മുടെ ആർട്ടിക്കിൾസിനകത്ത് വരിക. ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണെന്ന് അറിഞ്ഞാലല്ലേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഐ ഹാവ് എൻ ഐഡിയ, ഷീ എയ്റ്റ് എ മാംഗോ, ഹി ബോട്ട് ദ കാർ, ദേ സോ ആൻ എലിഫന്റ്. ഇവിടെ ദ ഇല്ല, മറിച്ച് എന്താ? ദേ എന്ന് പറയുന്നതാണുള്ളത്. എപ്പോഴും ഓർക്കുക ദ എന്ന് പറയുന്നതാണ് എന്ത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് ഡി. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞു എ ആൻഡ് ദ എന്ന് പറയുന്നതാണ് നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എ എടുക്കാം. എ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് നമ്മൾ എ യൂസ് ചെയ്യുക. ആൻഡ് കോൺസണൻസ്, അതായത് നമ്മുടെ ആൽഫബറ്റിനകത്ത്, ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് 5 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 21 പേരും കോൺസണൻസ് ആണ്. ഈ കോൺസണൻസിന് മുന്നിൽ നമ്മൾ എന്താണ്? എ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതേസമയം ആൻ എന്ന് പറയുന്നതും കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ പ്ലസ് ഈ മാറ്റി നിർത്തിയ 5 പേരെ നമ്മൾ വവൽസ് എന്ന് വിളിക്കുന്നു. അവരാണ് ആര്? എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്നവർ. ഈ വവൽസിന്റെ മുന്നിലും വവൽ സൗണ്ടുകളുടെ മുന്നിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ആൻഡ് നമ്മുടെ ദ എന്ന് പറയുന്ന എന്താ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഈ ദ നമ്മൾ എന്താ ഈ ആരുടെ കൂടെയും സിംഗുലർ, പ്ലൂറൽ, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? തവിടിച്ചോ. വിച്ച് സെന്റൻസ് യൂസസ് ആർട്ടിക്കിൾസ് കറക്റ്റ്ലി? സെന്റൻസുകൾ നോക്കാം. ഐ സോ എ ഈഗിൾ ഇൻ ദ സ്കൈ. ഈഗിൾ, ഈ വവ്വലാണ്, എ വരില്ല, ആനേ വരുള്ളൂ. ഹി വാണ്ട്സ് ആൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി. ഇവിടെ യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്താണ്? യു എന്ന് പറയുന്ന ഇതിലാണ് തുടങ്ങുന്നത്, മറിച്ച് പക്ഷെ അവിടെ നമ്മൾ ആൻ എന്ന് പറയാറില്ല, എ എന്നേ പറയാറുള്ളൂ. അടുത്തത് ഷീ ഈസ് റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്.
നെക്സ്റ്റ് വൺ ദ സൺ ഇസ് ആൻ സ്റ്റാർ എന്ന് നമ്മൾ പറയില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഡാഷ് മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടുഡേ. ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് മൂണിനെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലടാ. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സം, എനി, മെനി, മച്ച്, എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സിലോട്ടാണ് പോയേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡു യു ഹാവ് ഡാഷ് മണി ഐ കുഡ് ബോറോ. അപ്പൊ ഇവിടെ എന്താണ് സം, എനി എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എന്താ ഡു യു ഹാവ് ഡാഷ് മണി ഐ കുഡ് ബോറോ എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ച്, വളരെ കുറച്ച് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എനി എന്നാണ് യൂസ് ചെയ്യുക. കുറച്ചുകൂടെ എന്താ വളരെ കുറച്ചെന്നാണ് എനി മീൻ ചെയ്യുക. കുറച്ചുകൂടെ ഉണ്ട്, ഓക്കെ, സഫിഷ്യന്റ് ആണ്, അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സം എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഹൗ ഡാഷ് ബുക്സ് ഡു യു റീഡ് ഈച്ച് മന്ത്. ഇവിടെ മച്ച് ഓർ മെനി, മച്ച്, മെനി എന്ന് പറയുന്നതാണ് ഇവിടത്തെ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് വരിക. മച്ച് എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആയിട്ടുള്ള, കുറവും അല്ല കൂടുതലും അല്ല. അതേ സമയത്ത് മെനി ആണെങ്കിലോ ഒത്തിരി ഉണ്ട് എന്നാണ് മീൻ ചെയ്യുക. ഇവിടെ ഹൗ മെനി ബുക്സ് ഡു യു റീഡ് ഈച്ച് മന്ത്, എത്ര, ആ ഒരു കൗണ്ടബിലിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് ബി. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഫർദർ ആൻഡ് ഫാർദർ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഫർദർ എന്ന് പറയുന്നത് മുന്നോട്ട് ഉള്ള ആ ഒരു ഇപ്പൊ മീറ്റിംഗ്, ബാക്കി ഡിസ്കഷൻ, ബാക്കിയുള്ള, അതാണ് അവിടെ ഉദ്ദേശിക്കുക. ഫാർദർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഹി വാക്ക്ഡ് 10 steps ഡാഷ് ദാൻ ഐ ഡിഡ്, ആ ഒരു ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? ഫാർദർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേ സമയത്ത് ബാക്കിയുള്ള, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫർദർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ 25th ക്വസ്റ്റ്യൻ നോക്കിയോ. ഹി യൂസസ് ഡാഷ് മണി ഹി ഹാഡ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇവിടെ നമ്മൾ എ ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ എന്ന് പറയുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എ ലിറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, എന്തോ കുറച്ചുണ്ട്. ലിറ്റിൽ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഇല്ല എന്ന് മീൻ ചെയ്യുന്നതാണ് ലിറ്റിൽ എന്ന് പറയുന്നത്. ദ ലിറ്റിൽ എന്ന് പറയുന്നത് വാട്ട്സ് ലെഫ്റ്റ്, എന്താണോ ബാക്കിയുള്ളത്, അതാണ് ദ ലിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുക. ഇവിടെ ഹി യൂസ്ഡ് ഡാഷ് മണി ഹി ഹാഡ് ടു ഹെൽപ്പ് അതേഴ്സ് എന്നാണ് ഇവിടെ നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ സെന്റൻസ് വരുന്നത്. ഇതിനകത്ത് എ ബി സി ഡി, എ ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ ആൻഡ് മച്ച് എന്ന് പറയുന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഞാൻ പറഞ്ഞു എന്താണോ ബാക്കിയുള്ളത്, വാട്ട്സ് ലെഫ്റ്റ്, അവിടെയാണ് ഇവിടെ ഹി യൂസ്ഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ്, ബാക്കി ഉണ്ടായിരുന്ന, ടു ഹെൽപ്പ് അതേഴ്സ്, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അപ്പൊ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ആൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ വേഗത്തിൽ പഠിച്ചു തുടങ്ങാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 8281223366 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ. ഇപ്പോൾ തന്നെ വിളിക്കുക. ക്രാഷ് ബാച്ച് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങാമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു LDC ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നോക്കിയോ. കൺവേർട്ട് ടു പാസീവ് വോയിസ്. നമ്മൾ ആക്റ്റീവും പാസീവും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എപ്പോഴും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് എന്താണ്? രാമ കിൽഡ് രാവണ എന്ന് പറയുന്ന ആ ഒരു ആക്റ്റീവും പാസീവും പഠിക്കുമ്പോൾ കാണുന്ന സെന്റൻസ് എന്ന് പറയുന്നത്. ആരുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. പാസീവിലോട്ട് വരുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റ് ആദ്യം വരുന്നു, വെർബ് വരുന്നു, പിന്നെ സബ്ജക്റ്റ് വരുന്നു. അങ്ങനെയാണ് നമ്മൾ ആക്റ്റീവും പാസീവും പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ someone has stolen my bag, അതാണ് നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്. എന്റെ ഒബ്ജക്റ്റ് എന്താണ്? മൈ ബാഗ് ആണ് എന്റെ ഒബ്ജക്റ്റ്. അപ്പൊ മൈ ബാഗിൽ ഞാൻ തുടങ്ങാനായിട്ട് പോവാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ പാസീവിലോട്ടാക്കുമ്പോൾ ഹാസ് ബീൻ പ്ലസ് നമ്മുടെ V3 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ഓപ്ഷൻ, മൈ ബാഗ് ഹാസ് ബീൻ സ്റ്റോളൻ, അതാണ് നമ്മുടെ പാസീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ റൂൾസ് നമുക്ക് നോക്കാം. നോക്കിയോടാ. ആക്റ്റീവ് ആൻഡ് പാസീവ് ടെൻസ്, ഓരോ ടെൻസ് വൈസ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. പ്രസന്റ് ടെൻസ് ആണ് നമ്മുടെ ആദ്യത്തത്. അത് ആക്റ്റീവിലോട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താണ്? എസ് അല്ലെങ്കിൽ ES ചേർത്ത്, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ചേർത്തൊക്കെ ആയിരിക്കും നമ്മുടെ ആക്റ്റീവ് വോയിസിനകത്ത് വെർബ് വരിക. V1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പാസീവിലോട്ട് വരുമ്പോൾ എന്താണ്? എസ്
ആർ ആം എന്ന് പറയുന്ന ഏതെങ്കിലും ഓക്സിലറി വരുന്നുണ്ട് ആൻഡ് V3 ആയിരിക്കും നമ്മുടെ മൂന്നാമത്തെ വേർബ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്റെ ടെൻസ് എങ്കിൽ നമുക്കറിയാം ഇസ് ആർ ആം പ്ലസ് ING, വേർബിന്റെ ING ആണ് വരുന്നത്. അത് പാസീവിലോട്ട് മാറുമ്പോൾ ദാണ്ട ഇസ് ആർ ആം ഉണ്ട് ആൻഡ് അവിടെ ഒരു ബീയിങ് ഉണ്ട്. ING ഫോം നമ്മൾ എഴുതുന്നില്ല, മറിച്ച് V3 ആണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബീയിങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരിക്കും നമ്മുടെ സെന്റൻസ് ആക്റ്റീവില്. അതേസമയം അത് പാസീവിലോട്ടാകുമ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അതാണ് നമ്മളിപ്പോ കണ്ട സെന്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിനകത്ത് V2 അല്ലെങ്കിൽ ഡിഡ് എന്ന് പറയുന്ന സെന്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ വാക്കുകളായിരിക്കും വരിക. അത് പാസീവിലോട്ട് വരുമ്പോൾ നമ്മൾ വാസ് ഓർ വെയർ എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നു, V3 നമ്മൾ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും അറിയാം വാസ് ഓർ വെയർ പ്ലസ് വിന്റെ ING ഫോം ആണ് വരുന്നത് അല്ലേ. അത് പാസീവിലോട്ട് വരുമ്പോൾ സെയിം വാസ് ഓർ വെയറും നമ്മൾ നേരത്തെ കണ്ട പ്രസന്റ് കണ്ടിന്യൂസിൽ കണ്ട സെയിം ആളുകൾ ആര്, ബീയിങ്ങും V3യും. ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റിനകത്തോട്ടാണെങ്കിലോ ഹാഡ് പ്ലസ് V3 ആണെന്ന് നമുക്കറിയാം അല്ലെ. ആൻഡ് ഇവിടെ വരുമ്പോ ഹാഡ് ബീൻ വരുന്നുണ്ട്, ഹാഡ് ബീൻ പ്ലസ് V3. അടുത്ത ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ പ്ലസ് V1 അതായിരിക്കും വരിക. ഇവിടെ എന്താണ്, വിൽ ബി വരുന്നുണ്ട് അതിന്റെ ഇടയിൽ. വിൽ പ്ലസ് ബി പ്ലസ് V3 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലോ വിൽ ഹാവ് വരുന്നുണ്ട്, V3 വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ വിൽ ഹാവ് ബീൻ വരുന്നുണ്ട്. നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പെർഫെക്റ്റും വരുന്നുണ്ട്, അവിടെയൊക്കെ ഈ ബീൻ വരുന്നുണ്ട്. അതേ സമയത്ത് കണ്ടിന്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആര് വരുന്നുണ്ട്, ബീയിങ് എന്ന് പറയുന്ന വാക്കും വരുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയോ, ചൂസ് ദ കറക്റ്റ് പാസീവ് ആണ്. അപ്പൊ ഇവിടെ എന്താ ആക്റ്റീവ് തന്നേക്കുന്നത്, ഹു റോട്ട് ദിസ് നോവൽ, ഹു റോട്ട് ദിസ് നോവൽ. അപ്പൊ ഹു എന്ന് തുടങ്ങുന്നതിൽ എപ്പോഴും നമ്മൾ ബൈ ഹൂം എന്ന് പറയുന്ന വാക്കിലായിരിക്കും പാസീവ് തുടങ്ങുക. അപ്പോ ബൈ ഹൂം വാസ് ദിസ് നോവൽ റിട്ടൺ, അതായിരിക്കും നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് എ. നെക്സ്റ്റ് വൺ കൺവേർട്ട് ടു ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് തന്നിട്ടുണ്ട്, അതിന്റെ ആക്റ്റീവിലോട്ട് നമ്മൾ മാറ്റണം. ദ മാച്ച് വിൽ ബി പോസ്റ്റ്പോൺഡ് ബൈ ദി ഓർഗനൈസർ. നമ്മളിതാ ഇതിൽ കണ്ട ഇവിടെ ഫ്യൂച്ചർ എന്താ, സിമ്പിൾ ഫ്യൂച്ചറിലോട്ടാണ് ബി ചേർത്താണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ സിമ്പിൾ ഫ്യൂച്ചറിലോട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പൊ വില്ല് മാത്രം നമ്മൾ വിൽ പ്ലസ് V1 ആണ് നമ്മൾ ആക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താ, ദ ഓർഗനൈസർ വിൽ പോസ്റ്റ്പോൺ ദ മാച്ച്. ഇവിടെ സി ആണ് നമ്മുടെ, ദ ഓർഗനൈസർ വിൽ പോസ്റ്റ്പോൺ ദ മാച്ച്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം. ഷീ മസ്റ്റ് കംപ്ലീറ്റ് ദി അസൈൻമെന്റ്. ഇവിടെ എന്താണ്, ഒരു മൊഡാൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡാൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമുക്ക് എന്താ വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ആണ്, ദ അസൈൻമെന്റ്, ദ മസ്റ്റ് മൊഡാൽ വന്നിട്ടുണ്ട്, ബി വന്നിട്ടുണ്ട്, കംപ്ലീറ്റഡ് ബൈ ഹർ V3, ബിയും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ആൻസർ എന്ന് പറയുന്നത് എന്താ, ദ അസൈൻമെന്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ ഹർ. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ കൺവേർട്ട് ടു പാസീവ്. എന്താ, പീപ്പിൾ സേ ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ്. അതാണ് നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ്, ഹി ഈസ് സെഡ് ടു ബി ഓണസ്റ്റ്, ഹി ഈസ് ബീയിങ് ഓണസ്റ്റ്. ആൻഡ് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എ ആൻഡ് ബി നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലും നമുക്ക് ഈ സെന്റൻസ് പാസീവിൽ പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്, ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ആൻഡ് ഇവിടെ നെക്സ്റ്റ് സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്ജക്ട് വെർബ് കൺകോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് മക്കളെ. സബ്ജക്ട് വെർബ് കൺകോഡ് എപ്പോഴും ആലോചിക്കുക, ഇതിനകത്ത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. അത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്റെ വേർബ് എന്ത് തന്നെ ആയിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഹീന്റെ കൂടെ ഗോ എന്ന് പറയുന്ന വേർബ് വരുമ്പോ സിംഗുലർ ആണെങ്കിൽ അത് ഗോസ് എന്നാണ് ആകുക. അപ്പൊ ഹി ഗോസ് ടു സ്കൂൾ. ഓക്കെ അല്ലേ. അപ്പൊ ഇതിന്റെ നമ്മൾ റൂൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ടു സിംഗുലർ സബ്ജക്ട്സ്. എങ്ങനെ, ആൻഡ് കൊണ്ട് രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പ്ലൂറൽ വേർബ് നമ്മൾ യൂസ് ചെയ്യണം. അടുത്തത് ഈതർ, നീതർ, ഈച്ച്, എവ്രി വൺ, വൺ ഓഫ് എന്ന് പറയുന്ന വാക്കുകൾ അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, സിംഗുലർ വേർബ് വേണം യൂസ് ചെയ്യാൻ. കാര്യം ഇവരൊക്കെ സിംഗുലർ ആണ്. നെക്സ്റ്റ്
സബ്ജക്ട്സ് ജോയിൻ ബൈ ഈദർ ഓർ നീദർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഈ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരാണോ നിയറസ്റ്റ് സബ്ജക്റ്റ് അവരുമായിട്ട് എന്താ അവര് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കിയിട്ട് വെർബ് പ്ലൂറലോ സിംഗുലറോ നമ്മൾ എഴുതുക. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺസ്. നമുക്കറിയാം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. കളക്റ്റീവ് നൗൺസ് ആണെങ്കിൽ സിംഗുലർ ഓർ പ്ലൂറൽ വെർബ് ബേസ്ഡ് ഓൺ ദി മീനിങ് ആണ് നമ്മൾ എഴുതുക. അൺകൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ ഓൾവേസ് സിംഗുലർ വെർബ്. ആൻഡ് വേർഡ്സ് ലൈക്ക് ന്യൂസ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, അതായത് നമ്മൾ എഴുതുമ്പോൾ എസ് ചേർത്ത് എഴുതും, പക്ഷെ അത് സിംഗുലർ ആയിരിക്കും. അതുപോലുള്ള വാക്കുകളിൽ നമ്മൾ സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് പ്ലൂറൽ ലുക്കിംഗ് നൗൺസ്. അത് തന്നെയാണ് ഞാൻ മേലെ പറഞ്ഞത്. എന്താണ് സിസേഴ്സ്, ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ് എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്മൾ എന്താണ് പ്ലൂറൽ വെർബ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വാക്ക് തുടങ്ങുമ്പോൾ ദയ, ഹിയ എന്നൊക്കെ യൂസ് ചെയ്ത് ആ ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു സബ്ജക്റ്റിനെ എഗ്രി ചെയ്തായിരിക്കണം നമ്മൾ വെർബ് എഴുതേണ്ടത്. അപ്പൊ ഇത്രയും റൂൾസ് ആണ് സബ്ജക്ട് വെർബ് കൺകോഡിനകത്ത് നമ്മൾ വരുന്നത്. ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് മെയിൻലി വരുന്ന വാക്കുകളുമാണ് ഞാൻ ഇവിടെ എടുത്ത് ഏക്കുന്നത്. എവിടെ സിംഗുലർ യൂസ് ചെയ്യണം, എവിടെ പ്ലൂറൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് അതിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഐഡന്റിഫൈ ദ ഇറർ. ഓക്കെ, neither of the boys are ready. ഞാൻ ഇവിടെ പറഞ്ഞു എന്താണ് either, neither ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ആർ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അവിടെ മറിച്ച് നമ്മൾ അവിടെ ഇസ് ആണ് എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ എന്താ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ജൂറി ഡാഷ് unanimous in its verdict. ഇവിടെ ജൂറി എന്ന് പറയുന്ന എന്താണ് ഒരു നൗൺ, കോമൺ നൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് എസ് എന്ന് പറയുന്ന ആ ഒരു സിംഗുലർ വെർബ് ആണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, സ്പോട്ട് ദി ഇറർ. ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആർ ഡിസ്പ്ലേഡ് ഓൺ ദ നോട്ടീസ് ബോർഡ്. ഇവിടെ ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആർ ഡിസ്പ്ലേഡ് നൺ ഇറേഴ്സ് അല്ലെങ്കിൽ നോ ഇറേഴ്സ് എന്നാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലിസ്റ്റ് ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റ് എന്താ സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ആർ ഡിസ്പ്ലേഡ് എന്നല്ല ഇസ് ഡിസ്പ്ലേഡ് എന്നായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ, 10,000 rupees have been deposited in your account. ഇവിടെ എവിടെയാണ് നമ്മുടെ ഇറർ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു എമൗണ്ട് ഓഫ് മണിയാ പറയുന്നത് അല്ലെ. 10,000 rupees എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് മണി പറയുന്നുണ്ട്. എപ്പോഴും ആലോചിക്കുക, എമൗണ്ട് ഓഫ് മണി വരുമ്പോൾ സിംഗുലർ ആണ് എഴുതേണ്ടതെന്ന് മറക്കരുത്. അപ്പൊ എവിടെയായിരിക്കും ഇവിടെ ഹാവ് ബീൻ എന്ന് പറയുന്ന ബി ആണ് അവിടെ ഇറർ ആയിട്ട് വന്നിരിക്കുന്ന. മറിച്ച് ഇവിടെ എന്താ ഹാസ് ബീൻ എന്ന് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പൊസിഷനും ആ ഒരു ടൈമും ആ ഒരു പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉണ്ട്, പ്ലേസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ മെയിൻലി നോക്കുന്നത്. ഇവിടെ വിച്ച് പ്രിപ്പോസിഷൻ ഇസ് കറക്റ്റ്? ഹി സാറ്റ് ഡാഷ് ദ ചെയർ. ഹി സാറ്റ് എവിടെയാണ് ചെയറിൽ ഇരുന്നു. അപ്പൊ എന്താണ് ഓൺ ദ ചെയർ. ഇൻ ദ ചെയർ എന്നാണെങ്കിൽ എന്താണ് ചെയറിനകത്തെന്നായി. അറ്റ് ദ ചെയർ എന്ന് വരില്ല, എബവ് ദ ചെയർ എന്ന് വരില്ല. എന്താണ് ചെയറിൽ ഇരുന്നു. അപ്പൊ ഓൺ ദ ചെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഇവിടെ കറക്റ്റ് ആയിട്ട് എവിടെയാണോ പ്രിപ്പോസിഷൻ ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്. ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ. ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ഷീ ഈസ് മാരീഡ് അറ്റ് എ ഡോക്ടർ. ഷീ ഈസ് മാരീഡ് ഇൻ എ ഡോക്ടർ. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാരീഡ് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ എപ്പോഴും ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ വരുള്ളൂ. ആൻഡ് ദി ആൻസർ ഇസ് ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ബുക്ക് ഈസ് ഡാഷ് ഇൻ ദ ഷെൽഫ് നെക്സ്റ്റ് ഡാഷ് ലാമ്പ്. അപ്പോ ഷെൽഫിലായിരിക്കും എന്ത് നമ്മുടെ ബുക്ക് ഇരിക്കുന്നത്. ഷെൽഫ് എവിടെയാണ്? ആ ലാമ്പിന്റെ അടുത്തായിരിക്കും വരിക അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വരില്ല, അറ്റ് വരില്ല, ഓൺ വരുന്നുണ്ട്, ഓൺ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ടു വരുമോ? നെക്സ്റ്റ് ടു ദ ലാമ്പ്. അപ്പോ ഓൺ ടു സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷീ ഹാസ് ബീൻ ആബ്സെന്റ് ഫ്രം ദ ക്ലാസ് സിൻസ് 2 weeks. ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹാസ് ബീൻ ആബ്സെന്റ് ഫ്രം സിൻസ് 2 weeks, നോ ഇറർ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സിൻസ് എന്ന് പറയുന്ന വാക്ക്, സിൻസ് എന്ന് പറയുന്ന വാക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് പറയാ. സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. അതായത് സിൻസ് 1999, സിൻസ് മൺഡേ,
അങ്ങനെ ഒരു സ്പെസിഫിക് ആയിരിക്കും പറയുക. ഇവിടെ എന്താണ്, ഇവിടെ അല്ലെങ്കിൽ എന്താ വരേണ്ടത്, for 2 weeks എന്ന് പറയുന്ന എന്താ, a period of time ആണ്. ഇവിടെ 2 weeks ഒരു പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് 4 ആയിരിക്കും വരിക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്, സിൻസ് 2 weeksലാണ് ഇറർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, he walks besides me during the parade. besides me, അവിടെ ബിസൈഡ്സ് എന്ന് പറയുന്നത് ഇൻ അഡിഷൻ ടു, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മറിച്ച് ബിസൈഡ് മീ എന്നായിരുന്നെങ്കിലോ അത് തൊട്ടടുത്ത് എന്നാണ് അർത്ഥം വരിക. അപ്പൊ നമുക്ക് എവിടെയാണ്, ബിയിലാണ് ഇറർ വന്നിരിക്കുന്നത്. ബിസൈഡ്സ് മീ, ബിസൈഡ്സ് എപ്പോഴും ഓർക്കുക, ബിസൈഡ്സ് എന്ന് പറയുന്നത് ഇൻ അഡിഷൻ ടു എന്നാണ് അതിന്റെ അർത്ഥം വരിക. ബിസൈഡ് ആണ് അടുത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടു മീ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എത്തിയിരിക്കുകയാണ്. എപ്പോഴും ആലോചിക്കുക, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കേട്ട കാര്യം അവിടെ പോയി മൂന്നാമതൊരാളോട് പറയുന്നതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ സെന്റൻസ് നോക്കിയോ, ഷീ സെഡ് ഐ ആം ടയേർഡ്. അപ്പൊ ഞാനത് വേറൊരാളോട് പോയി പറയണം, അവള് പറഞ്ഞു അവള് ടയേർഡ് ആണെന്ന്, അങ്ങനെയായി നമ്മൾ പറയാ അല്ലെ. അപ്പൊ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ് എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ നോക്കിയോ, എ ആണ് നമ്മുടെ ആൻസർ വരിക. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. അപ്പൊ ഇതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ച് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്തായിരിക്കണം, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. നമ്മൾ V2 ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്റെ ഡയറക്റ്റ് സ്പീച്ച് എങ്കിൽ ഞാൻ എന്തായിരിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം എന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായി, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. അതേസമയം സിമ്പിൾ പാസ്റ്റ് മറക്കരുത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എന്താണ്, നമ്മൾ ഓൾറെഡി പ്രസന്റിനെ പാസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ സിമ്പിൾ പാസ്റ്റിനെ അതിന്റെയും പാസ്റ്റ് ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ നമ്മൾ ഹാഡ് ഒക്കെ നമുക്ക് എഴുതണം. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് നമ്മൾ മാറ്റണം. ആൻഡ് വീണ്ടും പാസ്റ്റ് പെർഫെക്റ്റിൽ കിടക്കുന്ന സാധനത്തിനെ നോ ചേഞ്ച് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ ആയിരിക്കും. അതേപോലെ സിമിലർലി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും നോ ചേഞ്ച്, അതേ സെയിം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് മാറ്റം വരുത്തുന്നു, ഷീ സെഡ് ദാറ്റ്, ഹീ സെഡ് ദാറ്റ്, അത് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. ടെൻസ് സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാലോ. ചൂസ് ദ കറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ ഇൻഡയറക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി. നമ്മൾ നേരത്തെ കണ്ട ഐ ആം ടയേർഡ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഷീ വാസ് ടയേർഡ്. അപ്പൊ ഈ ഷീ എന്തോന്നാക്കണം, ഡയറക്റ്റ് ആയിട്ടുള്ള ഐ ആക്കണം. വാസ് എന്താക്കണം, ആം ആക്കണം. അപ്പൊ എന്താണ് ഇവിടെ, ഷീ സെഡ് ദാറ്റ് ഐ ആം ഹാപ്പി. അതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീ സെഡ് ദാറ്റ് ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ, ഐ എന്തായി, ഹി ആയി, ആൻഡ് ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക്. അപ്പൊ ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ആയിരിക്കും നമ്മുടെ ആൻസർ. ആൻഡ് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്, ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് നോക്കിയോടാ, ഹി സെഡ് ടു മീ, ക്വസ്റ്റ്യൻ ആണ്, ഡു യു നോ ദ വേ ടു ദ സ്റ്റേഷൻ, ക്വസ്റ്റ്യൻ ആ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ഹി ആസ്ക്ഡ് മീ അല്ലെങ്കിൽ ആസ്ക്ഡ് ടു മീ എന്നായിരിക്കും ഇവിടെ വരിക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി ആസ്ക്ഡ് മീയില് 3 ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദറിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോഴും ആ കാര്യം ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇഫ് അല്ലെങ്കിൽ വെദറിലാണെങ്കിൽ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. ഇനി എവിടെ നോക്കണം, നമ്മൾ വെർബിൽ നോക്കണം അല്ലെ. 2 ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ന്യൂ ദ വേ ടു ദ സ്റ്റേഷൻ. ഈ നോ എന്തായി, ന്യൂ ആയി, കറക്റ്റ് ആണ്. ഹി ആസ്ക്ഡ് മീ വെദർ ഡു ഐ നോ, ടെൻസ് മാറിയിട്ടില്ല. അപ്പൊ എന്ത് തന്നെയാണ്, ബി എന്ന് പറയുന്ന ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ന്യൂ ദ വേ ടു ദ സ്റ്റേഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ലെറ്റ് വന്നേക്കാണ് അല്ലെ. ലെറ്റ് വന്നേക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ വരുമ്പോ ഒരു ഓഫറിംഗ് ആണ്. ലെറ്റ് എന്ന് പറയുന്നത് ഒരു ഓഫറിംഗ് ആണ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഹി ഓഫേർഡ് എന്ന് പറയുന്ന വേണം ലെറ്റില് തുടങ്ങുക. അപ്പൊ ഇവിടെ ബാക്കി ഒരിടത്ത് ഒന്നും ഓഫേർഡ് ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ആൻസർ മനസ്സിലായി, എന്ത്, ഹി ഓഫേർഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ എന്നാണ് നമ്മുടെ എന്ത്, ഇൻഡയറക്റ്റ് സ്പീച്ച് വരിക. നെക്സ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, കണക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇവിടെ ഹി വാസ് ടയേർഡ് ഡാഷ് ഹി വെന്റ് ടു ദ ബെഡ് ഏർലി, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, അവൻ ടയേർഡ് ആയത് കാരണം അവൻ എന്ത്, ബെഡിൽ പോയി, നേരത്തെ പോയി, ഒരു റിസൾട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ എന്താ യൂസ് ചെയ്യേണ്ടത്, സോ ഹി വാസ് ടയേർഡ് സോ ഹി വെന്റ് ടു ദ ബെഡ് എന്നാണ് നമ്മുടെ
എന്ത് ആൻസർ വരിക. അപ്പൊ ഈ കണക്റ്റീവ്സ് 3 ടൈപ്സ് ഉണ്ട്. ഇതാ നോക്കിക്കോ, ഇവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, ഈ കണക്റ്റീവ്സിനെ നമ്മൾ കൺജങ്ഷൻ എന്നാ പറയാ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഇതിനകത്ത് മെയിൻ ആയിട്ടും കോറിലേറ്റീവ് ആണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഇവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെയും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്. ഇവിടെ ഒരു ഷോർട്ട് ഫോം ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന, ഫാൻ ബോയ്സും വൈറ്റ് ബസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫോം. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ പാർട്സിനെ ജോയിൻ ചെയ്യുന്നവരാണ് എന്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് എന്താ 7 പേരുണ്ട്. 7 പേരും ഫ്രണ്ട്സ് ആണ്. അതായത് ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഒന്നുകൂടെ പറയാം, ഫോർ ഉണ്ട്, ആൻഡ് ഉണ്ട്, നോർ ഉണ്ട്, ബട്ട്, ഓർ, യെറ്റ് ആൻഡ് സോ. ഇവരാണ് 7 ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ഈക്വൽ പാർട്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നവരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ആ 7 പേരാണ് ഫാൻ ബോയ്സ് എന്നറിയപ്പെടുന്നത്. അതേ സമയത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ക്ലോസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നവർ. ഇതിനെ ഒരു ബസ്സായിട്ട് നമുക്ക് എടുക്കാം. ദാ ഇവിടെ ഒരു ബസ് ഉണ്ട്, ഒരു വൈറ്റ് ബസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. നേരത്തെ നമ്മൾ 7 പേരെ 7 ഷോർട്ട് ഫോംസ് ആയിട്ട് അറിഞ്ഞു. ആ 7 പേർക്കും നമ്മളൊരു ഫാൻ ബോയ്സ് എന്ന പേര് കൊടുത്തു. ഇവിടെ ഒരു വൈറ്റ് ബസ്, ഓരോ വൈറ്റ് ബസ്, അതിനകത്ത് കുറച്ച് പേര് ഓരോ സീറ്റിലും കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഇവിടെ എ എടുക്കുകയാണെങ്കിൽ ഓൾദോ, ആസ്, ആഫ്റ്റർ എന്ന് പറയുന്ന വാക്കുകൾ വരുന്നുണ്ട്. WH, ഇവിടെ ഡബ്ല്യുവിനകത്ത് എപ്പോഴും WH വേർഡ്സേ വരുള്ളൂ. wherever, whenever, when, whereas, whether, which എന്ന് പറയുന്ന W കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. ഐയിലാണെങ്കിലോ if, in case, in order that എന്ന് പറയുന്ന വാക്കുകൾ. ടിയിലാണെങ്കിൽ though, till, that. even though, even if അതാ വരുന്നത്. ബിയിലാണെങ്കിൽ because, before. യുയിലാണെങ്കിൽ until and unless. എസിലാണെങ്കിൽ since, ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ അങ്ങ് ഒറ്റയ്ക്കങ്ങ് ഇരിക്കുകയാണ് ആര്, സിൻസ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഓരോ സീറ്റിനകത്തും ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വെച്ച് എന്താണ് ഓരോ ആ വാക്കിനകത്തും ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കി വെക്കുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, കോറിലേറ്റീവ് കൺജങ്ഷൻ. ഇവരെപ്പോഴും ഒരുമിച്ചേ ഇരിക്കുള്ളൂ. എപ്പോഴും ജോയിന്റ് ആയിട്ട് കപ്പിൾ ആയിട്ടാണ് ഇവരിയ്ക്കുക. കോറിലേറ്റീവ്സ് അവരൊക്കെയാണ് either or, neither nor, but and, not only but also, whether or, no sooner than, rather than, such that, as many അല്ലെങ്കിൽ much as, and the last one, hardly or scarcely when. എപ്പോഴും ഇവരുടെ കൂടെ ആരാണ് ജോയിന്റ് ആയിട്ട് ഇരിക്കുക എന്ന് എപ്പോഴും ആലോചിക്കുക. ഈതറിന്റെ കൂടെ ഓറാണ്, നീതറിന്റെ കൂടെ നോറാണ്, ഹാർഡ്ലിയുടെ കൂടെ വെൻ ആണ് എന്ന് എപ്പോഴും ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഹാർഡ്ലി ഹാഡ് ഹി അറൈവ്ഡ് ഡാഷ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഹാർഡ്ലിയുടെ കൂടെ ആരാ വരുന്നത്? വെൻ. ഹാർഡ്ലി had he arrived when it started raining. Next one, he is dash arrogant dash ignorant which makes him difficult to deal with. അപ്പൊ ഇവൻ എന്താണ്? രണ്ടുമാണ്. അവൻ arrogantുമാണ് ignorantുമാണ്. അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? he is both arrogant and ignorant. അവൻ രണ്ടുമാണെന്ന് പറയുന്നതാണെന്ന് ബോത്തും ആൻഡും എന്ന് പറയുന്ന കോറിലേറ്റീവ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ഈ കോറിലേറ്റീവ്സിന്റെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് വൈറ്റിൽ എന്തായാലും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അതിൽ ഞാൻ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ കൺജങ്ഷൻസിന്റെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ക്ലോസിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. ഇഫ് ക്ലോസ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ഗ്രാമർ സെഗ്മെന്റ് ആണ്. ഇവിടെ നോക്കിയോ, ഐ വുഡ് ഹെൽപ്പ് യു ഇഫ് ഐ ഡാഷ് മോർ ഫ്രീ ടൈം. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇഫിന്റെ കൂടെ എന്താ വരേണ്ടത്? ഇവിടെ വുഡ് എന്ന് പറയുന്ന ഒരു സാധനം വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, V2 ആണ് എന്ന് എനിക്ക് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിൽ വന്ന സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ എഴുതേണ്ടത്? ബി, ഹാഡ്. ഇഫ് ഐ ഹാഡ് മോർ ഫ്രീ ടൈം, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ഇഫ് ക്ലോസിനകത്ത് 4 ടൈപ്പ് ഉണ്ട്. 0, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 4 ടൈപ്സ് ആണ് ഇഫ് ക്ലോസിനകത്ത് വരിക. 0 ആണെങ്കിൽ മെയിൻ ആയിട്ടും തേർഡും സെക്കൻഡും ആണ് നോക്കേണ്ടത്. 0 അങ്ങനെ വലുതായിട്ട് അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ എന്താ പ്രസന്റ് അല്ലെങ്കിൽ റിയൽ ഫാക്ച്വൽ സിറ്റുവേഷൻസിലാണ് 0 കണ്ടീഷൻ നമ്മൾ പറയുക. ഇഫ് ഐ ഡ്രിങ്ക് കോഫി അറ്റ് നൈറ്റ് ഐ ഡോണ്ട് സ്ലീപ് വെൽ. എന്താണ് അവിടെ എന്താ ആ ഒരു വുഡോ വോസോ ഒന്നും വരുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് പറയാണ്, നമ്മുടെ വേർബ് യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ് വേർബ് വീണ്ടും യൂസ് ചെയ്യണം. ഇവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അടുത്ത ഫസ്റ്റ് കണ്ടീഷൻ വരികയാണെങ്കിൽ യൂസ് ഫോർ ഫ്യൂച്ചർ റിയൽ അല്ലെങ്കിൽ ഫാക്ച്വൽ സിറ്റുവേഷൻ. ഫ്യൂച്ചറിനെയാണ് പറയണത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ ഡ്രിങ്ക് കോഫി ടു നൈറ്റ്, B1 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ എന്താണ്
വിൽ അല്ലെങ്കിൽ വോണ്ട് നമ്മൾ യൂസ് ചെയ്യും, പ്ലസ് V1 അല്ലെങ്കിൽ വോണ്ട് സ്ലീപ്പ് വെൽ. അടുത്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ആണ്. എന്താ? യൂസ്ഡ് ഫോർ പ്രസന്റ് ഓർ ഫ്യൂച്ചർ അൺറിയൽ തിങ്സ്, നടക്കാൻ പോവാത്ത അൺറിയൽ ആയിട്ടുള്ള കാര്യം പറയാണ്. ഇഫ് ഐ ഡ്രാങ്ക്, V2 ആണ്. ഇഫ് ഐ ഡ്രാങ്ക് കോഫി ടു നൈറ്റ് ഐ വുഡന്റ് സ്ലീപ്പ്. വീണ്ടും വിൽ അല്ലെങ്കിൽ വുഡ് യൂസ് ചെയ്യുന്നു, V1 ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെ എന്താണ്? പാസ്റ്റ് അൺറിയൽ തിങ് ആണ് പറയുന്നത്, കഴിഞ്ഞുപോയ കാര്യം, ഇനി അത് മാറ്റാൻ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, അതാ ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ്? ഹാഡ് ഡ്രങ്ക്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ഐ ഹാഡ് ഡ്രങ്ക് കോഫി ലാസ്റ്റ് നൈറ്റ് ഐ വുഡന്റ് ഹാവ് സ്ലെപ്റ്റ്. എന്താണ്? വിൽ ഓർ വുഡ് വരുന്നുണ്ട്, പ്ലസ് ഹാവ് വരുന്നുണ്ട്, പ്ലസ് V3 ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ഡാഷ് ദി ഇൻസ്ട്രക്ഷൻസ് ദ മെഷീൻ വുഡ് നോട്ട് ഹാവ് ബ്രോക്കൺ. ഇവിടെ എന്താണ്? വുഡ് വന്നു, ഹാവ് വന്നു, V3 വന്നു. അപ്പൊ നമ്മൾ എന്താണ്? ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്? ഹാഡ് വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോ എ, ഇഫ് യു ഹാഡ് ഫോളോഡ് ദ ഇൻസ്ട്രക്ഷൻ, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, വുഡ് യു ഗോ ഹൈക്കിംഗ് ഇഫ് ഇറ്റ് ഡാഷ് സോ ഹോട്ട്. വുഡ് യു, ദാണ്ട വുഡ് എന്ന് പറയുന്ന എന്താണ് സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സെക്കൻഡ് വൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദി ആൻസർ ഇസ് വേറന്റ്. എന്താണ്? വി വുഡ് ഗോ ഹൈക്കിംഗ് ഇഫ് ഇറ്റ് വേറന്റ് സോ ഹോട്ട്. ആൻഡ് അടുത്ത നോക്കിയോ, ഇഫ് ഇറ്റ് ഡാഷ് ടുമോറോ വി വിൽ ക്യാൻസൽ ദ പിക്നിക്. ഇവിടെ എന്താണ്? ബില്ലാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പൊ എന്താ? ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ്. അപ്പൊ ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ ക്യാൻസൽ ദി പിക്നിക്. ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ഗ്രാമർ പോർഷനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗുരുവായൂരിന്റെ LDC ബാച്ച്, ക്രാഷ് ബാച്ച് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ഈ തവണ ഈ എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണുന്നവരെ താങ്ക് യു.